ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. പ്രണയം അതിന്റെ ഏറ്റവും വന്യമായ ഭാവം പൂണ്ടു. ചായം തീരം പോലെ വാനിലൊന്നായി തീരും പ്രേമം പോലെ നിന്റെ കാതിൽ ചൊല്ലി തന്നു ഞാനും നീയും ഒന്ന് ചേരാം. എവിടെയോ എന്റെ ഉള്ളിലാണതോ തേൻമൊഴി നീ വന്നുമല്ലയോ നിൻ കണ്ണു പോലി തൂവെന്നിലാകെ നെഞ്ചിലെ ഉള്ളിലെ കൊഞ്ചലായി. എവിടെയോ എന്റെ ഉള്ളിലാണതോ തേൻമൊഴി നീ വന്നുമല്ലയോ നിൻ കണ്ണു പോലി തൂവെന്നിലാകെ നെഞ്ചിലെ ഉള്ളിലെ കൊഞ്ചലായി. இருவிஷினுழைந்து வண்ணம் தேற்றவா உன் கண்கள் பேசாயம் பெண்மை கோசா നെഞ്ചിലെ ഇലായിലെല്ലാ ഒഞ്ചൽകൾ. രണ്ട് ആത്മാക്കൾ പൂർണ്ണമായും ഒന്നായി മാറിയ ആ രാത്രിയിൽ വികാരങ്ങളുടെ അതിപ്രസരത്തിൽ വൃന്ദ ദീപകിന്റെ കൈക്കുള്ളിൽ അലിഞ്ഞു ചേർന്നു. സൂര്യരശ്മികൾ ഉള്ളിലേക്ക് അരിച്ചെത്തിയപ്പോൾ വൃന്ദ പതുക്കെ കണ്ണു തുറന്നു. ദീപകിന്റെ കൈകൾക്കുള്ളിൽ സുരക്ഷിതയായി കിടക്കുമ്പോൾ ഇന്നലത്തെ രാത്രിയിലെ ആ തീവ്രമായ നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൾ അറിയാതെ തന്നെ നാണം കൊണ്ട് ദീപകിന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ദീപക് ഉണർന്നപ്പോൾ ആദ്യം കണ്ടത് തന്റെ കൈകളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന വൃന്ദയെയാണ്. ഇന്നലത്തെ ആവേശവും പ്രണയവും ഓർമ്മ വന്നപ്പോൾ അവന്റെ ചുണ്ടിലും ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ മുടിയിഴകളിൽ പതുക്കെ തഴുകിയപ്പോൾ വൃന്ദയുടെ മുഖം ചുവന്നു തുടുത്തു. അത്രയും നേരം ദീപകിനെ നോക്കാൻ മടിച്ചു നിന്ന അവൾ പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടാൻ ശ്രമിച്ചു. എന്താ വൃന്ദ ഇത്ര വലിയൊരു നാണം? ദീപക് ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വിടു ദീപക്, എനിക്ക് വല്ലാതെ നാണം വരുന്നു. വൃന്ദ താഴെ നോക്കി മന്ത്രിച്ചു. അവളുടെ ഉടൽ അപ്പോഴും ഇന്നലത്തെ സ്പർശനത്തിന്റെ അനുഭൂതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദീപക് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബനം ഏറ്റുവാങ്ങുമ്പോൾ വൃന്ദയുടെ മുഖത്ത് വിരിഞ്ഞ ആ പ്രണയഭാവം ദീപകിന്റെ ഹൃദയം കവർന്നു. മുറിക്ക് പുറത്തിറങ്ങിയപ്പോഴും ഇരുവരുടെയും മുഖത്ത് ആ മാറ്റം പ്രകടമായിരുന്നു. ഹാളിൽ മാതുലികയും ആലിയയും നിൽപ്പുണ്ടായിരുന്നു. വൃന്ദയുടെയും ദീപകിന്റെയും തിളങ്ങുന്ന മുഖങ്ങളും പരസ്പരമുള്ള ആ നാണം കലർന്ന നോട്ടങ്ങളും കണ്ടപ്പോൾ മാതുലികയുടെ ഉള്ളിൽ ഒരു ആദി പടർന്നു. അവർക്കിടയിലെ ആ വലിയ മതിൽ തകർന്നു വീണെന്നും തന്റെ ആയുധങ്ങൾ അവർക്ക് മുന്നിൽ പരാജയപ്പെട്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആലിയ കടുപ്പത്തിൽ അവരെ നോക്കിയപ്പോൾ വൃന്ദ ദീപകിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നടന്നു. ഇനി ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യവുമില്ല എന്ന ഭാവമായിരുന്നു വൃന്ദയുടെ കണ്ണുകളിൽ. പണ്ട് ദീപകിനെ കാണുമ്പോൾ മാറിയിരുന്ന വൃന്ദയല്ല ഇന്ന്. പ്രണയത്താൽ അവൾ പൂർണ്ണത നേടിയ ഒരു പോരാളിയായി മാറി. ഷികാവത്ത് തറവാടിന്റെ പൂമുഖത്ത് ദീപകിനോടൊപ്പം നിൽക്കുമ്പോഴും വൃന്ദയുടെ മനസ്സിൽ പുതിയൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ദീപകിന്റെ കൈകൾ തന്റെ വിരലുകളിൽ കോർത്തു പിടിച്ചിരിക്കുന്നത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എങ്കിലും ആ തറവാടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. നമ്മൾ ഒന്നായ കാര്യം മാതുലികയമ്മ ഇപ്പോൾ അറിയരുത്. എൻ്റെ മുഖത്തെ ആ പുതിയ തിളക്കവും നാണവും ഒക്കെ മാതുലികയമ്മ കണ്ടാൽ അത് അവരുടെ തന്ത്രങ്ങളെ ബാധിക്കുമെന്ന് എനിക്കറിയാം. മാതുലികയുടെ കണ്ണുകളിൽ വെട്ടുകിളിയെ പോലെ ആത്മവിശ്വാസത്തോടെ നോക്കുമ്പോഴും വൃന്ദ ഉള്ളിൽ പലതും കണക്ക് കൂട്ടുകയായിരുന്നു. എൻ്റെ മനസ്സിൽ ഇപ്പോൾ 2 ചോദ്യങ്ങളാണുള്ളത്. ദീപ് യഥാർത്ഥത്തിൽ ആരാണ്? അമ്മ പറഞ്ഞതുപോലെ അവൻ നന്ദന്റെ ചോരയല്ലെങ്കിൽ ഈ തറവാട്ടിലെ അധികാര വടംവലികൾക്കിടയിലേക്ക് അവൻ എങ്ങനെ വന്നു? ആലിയ ആരാണ്? അവൾ അമ്മയുടെ മകളല്ലെങ്കിൽ ആ രാത്രിയിൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ആ യഥാർത്ഥ മകൾ ഇപ്പോൾ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, എൻ്റെ സരോജിനി അമ്മയ്ക്ക്. വൃന്ദ മനസ്സിൽ ഉറപ്പിച്ചു. സരോജിനി അമ്മയെ ഉപദ്രവിക്കാൻ പോലും അമ്മ മുതിർന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം
ആലിയ അഹങ്കാരത്തോടെ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ വൃന്ദ പതുക്കെ ദീപകിന്റെ കൈകളിൽ നിന്നും വിരലുകൾ വേർപെടുത്തി. പണ്ട് ഉണ്ടായിരുന്ന ആ ഗൗരവം അവൾ മുഖത്ത് വരുത്തി. മാതുലിക തങ്ങളെ സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. മാതുലിക അമ്മയിൽ നിന്ന് തന്നെ ഈ രഹസ്യങ്ങൾ പുറത്തെടുക്കണം. പക്ഷേ അതിനു മുൻപ് സരോജിനി അമ്മയെ കാണണം. വൃന്ദ ദീപകിനെ രഹസ്യമായി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പ്രണയത്തോടൊപ്പം വലിയൊരു ദൗത്യത്തിന്റെ നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. ഷിഗാമ തറവാടിന്റെ നിഗൂഢതകൾ ഇരട്ടിക്കുന്നത് പോലെ വൃന്ദയ്ക്ക് തോന്നി. അവളുടെ ചിന്തകൾ പാഞ്ഞത് ആ പഴയ മത്സ്യലോകം എന്ന പുസ്തകത്തിലേക്കാണ്. അന്ന് ആ പുസ്തകത്തിൽ കണ്ട ആ കീറിപ്പോയ പേപ്പർ, അതിലെ അപൂർണമായ മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ കഥ. അന്ന് ആ പ്രാർത്ഥനയുടെ കഥയുടെ ബാക്കി ചോദിക്കാനാണല്ലോ ഞാൻ മാതുലിക അമ്മയുടെ മുറിയിലേക്ക് പോയത്. പക്ഷേ അതിനുശേഷമാണല്ലോ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. വൃന്ദ ഓർത്തെടുത്തു. പരിഭ്രാന്തിയും കേസുകളും ഒക്കെ കാരണം ആ വഴിക്ക് പിന്നീട് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആ കീറിപ്പോയ പേപ്പറിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ലളിതമായിരിക്കില്ല. ഓരോ കാലഘട്ടത്തിലും ജനിച്ച മത്സ്യകന്യകമാരുടെ ചിത്രവും ചരിത്രവും അവരുടെ ദൗത്യവും ആ പ്രാർത്ഥനയിൽ എഴുതിപ്പെട്ടിട്ടുണ്ടാവാം. ആ കഥ അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കിയാൽ മുൻഗാമികളായ എല്ലാ മത്സ്യകന്യകമാരെയും കുറിച്ച് എനിക്കറിയാൻ കഴിയും. ഒരുപക്ഷെ ദീപകിന്റെ ജന്മവും ഈ കഥകളുമായി എവിടെയെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാകുമോ? വൃന്ദയുടെ മനസ്സിൽ പുതിയൊരു വെളിച്ചം ഉദിച്ചു. ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം മാതുലികയമ്മ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണോ? ആലിയല്ല യഥാർത്ഥ മകളെന്ന സത്യം ആ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ? ആർക്കറിയാം, ഈ കുടുംബത്തിലെ ഓരോ വ്യക്തിയും ഓരോ വലിയ ചതിയുടെ കണ്ണുകളാണോ എന്ന്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ ജന്മം, മാതുലിക അമ്മയുടെ രഹസ്യങ്ങൾ, ദീപകിന്റെ അസ്തിത്വം, ഇതെല്ലാം ആ മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം കിട്ടിയാൽ തെളിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വൃന്ദ ഉറപ്പിച്ചു. പക്ഷെ അമ്മയോട് നേരിട്ട് ചോദിച്ചാൽ സത്യം പറയുമോ? ആരായിരിക്കും ആ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക? ഇനി ഒരു പക്ഷേ അമ്മയായിരിക്കുമോ? അവൾ ആലോചനയിൽ മുഴുകി. സാധാരണ ഒരു എഴുത്തുകാരന് മത്സ്യകന്യകമാരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സിരകളിൽ ഒഴുകുന്ന രാജരക്തത്തെക്കുറിച്ചും ശപിക്കപ്പെട്ട നാഗവംശത്തെക്കുറിച്ചും ഇത്ര സൂക്ഷ്മമായി എഴുതാൻ കഴിയില്ല. അതിനർത്ഥം ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ വംശത്തെ അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ ഈ വംശത്തിൽ തന്നെ ജനിച്ച ആരോ ഒരാളാണ്. അമ്മയോട് ചോദിക്കാമെല്ലാം. കുറച്ചു കഴിഞ്ഞു. മാതുലികയുടെ മുറിയിലെ കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് വൃന്ദ ആ പഴയ പുസ്തകവുമായി അങ്ങോട്ടേക്ക് ചെന്നത്. പൊടിപിടിച്ച ആ താളുകൾ മാതുലികയുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ വൃന്ദയുടെ കണ്ണുകൾ അവരുടെ മുഖത്തെ ഓരോ ചലനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഇത് ഗോഡൌണിലെ പഴയ പെട്ടികൾക്കിടയിൽ നിന്ന് കിട്ടിയതാണ്. മത്സ്യലോകം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. വൃന്ദ പറഞ്ഞു തീരുന്നതിന് മുൻപേ മാതുലികയുടെ മുഖം വിളറി വെളുത്തു. വല്ലാത്തൊരു വെപ്രാളത്തോടെ അവർ വൃന്ദയുടെ കയ്യിൽ നിന്നും ആ പുസ്തകം പിടിച്ചു വാങ്ങി. വിറയ്ക്കുന്ന വിരലുകളോടെ അവർ പുസ്തകത്തിന്റെ താളുകൾ വേഗത്തിൽ മറിച്ചു. വല്ലാത്തൊരു പരവേഷം ആ കൈകളിൽ ഉണ്ടായിരുന്നു. അവരുടെ തിരച്ചിൽ ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാന താളുകളിലായിരുന്നു. അവിടെ എന്തോ ഒന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നത് പോലെ വൃന്ദയ്ക്ക് മനസ്സിലായി. അവസാന ഭാഗം ശൂന്യമാണെന്നും അവിടെ മറ്റൊന്നും എഴുതിയിട്ടില്ലെന്നും കണ്ടപ്പോൾ മാതുലികയുടെ ശ്വാസം ഒന്ന് നേരെ വീണു. ഈ പുസ്തകം എഴുതിയത് ഞാനാണെന്ന് വൃന്ദ മനസ്സിലാക്കുമോ? ഞാനതെല്ലാം വലിച്ചു കീറി മാറ്റിയതും വൃന്ദ കണ്ടെത്തുമോ? ഒരുപക്ഷെ കണ്ടെത്തിയിട്ടായിരിക്കുമോ എന്നോട് ഈ പുസ്തകവുമായി വന്നത്? ആ മുഖത്ത് ഒരു നിമിഷം ആശ്വാസം നിഴലിച്ചെങ്കിലും വൃന്ദയുടെ സംശയം അതോടെ ഇരട്ടിച്ചു. അമ്മേ, ഈ പുസ്തകം അമ്മ എഴുതിയതാണോ? വൃന്ദയുടെ ചോദ്യം കേട്ട് മാതുലിക ഒന്ന് ഞെട്ടി. ആനന്ദമത്സിനി, ഞങ്ങൾ വിജയിക്കും.